വന്യജീവികളെ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന രഹസ്യ ക്യാമറകൾ വൻതോതിൽ ദുരുപയോഗം ചെയ്യുന്നതോടെ വലഞ്ഞിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ. വന്യജീവി സങ്കേതങ്ങൾക്ക് സമീപം താമസിക്കുന്ന സ്ത്രീകളുടെ രഹസ്യ ദൃശ്യങ്ങൾ ക്യാമറ ട്രാപ്പുകളിൽ ചിത്രീകരിക്കുന്നതും അവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും വ്യാപകമാകുന്നുണ്ടെന്നും കണ്ടെത്തലുണ്ട്. 2017 ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ ഓട്ടിസം ബാധിതയായ യുവതി വനത്തിൽ മൂത്രമൊഴിക്കാൻ പോയ ദൃശ്യങ്ങൾ പ്രദേശത്തെ പുരുഷന്മാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ ഗ്രാമീണർ അടിച്ചു തകർത്തിരുന്നു. യുകെയിലെ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഗവേഷകൻ ത്രിശാന്ത് സിലായ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ വിഷയവുമായി 14 മാസം ഗവേഷണം നടത്തിയിരുന്നു. വനത്തിന് സമീപം താമസിക്കുന്നവർ അവശ്യ സംവിധാനങ്ങളുടെ അഭാവത്തിൽ വിസർജനത്തിനായി ആശ്രയിക്കുന്നത് വനത്തെയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കടുവകളുടെ വിഹാര കേന്ദ്രമായ ദേശീയോദ്യാനത്തിൽ അനേകം സംരക്ഷിത ജീവി വിഭാഗങ്ങളുണ്ട്. ഇവയെ നിരീക്ഷിക്കാനായി വൻതോതിൽ നിരീക്ഷണ ക്യാമറകളും ഡ്രോണുകളും വനം വകുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇവയിൽ പതിയുന്ന ദൃശ്യങ്ങളിൽ പലപ്പോഴും സ്ത്രീകളും പതിയുന്നുണ്ട്. കാട്ടിൽ വിറക് ശേഖരിക്കാനും സ്ത്രീകൾ പോകാറുണ്ട്. ഈ സമയത്ത് ഇവർ പാട്ടുപാടുന്നതും സംസാരിക്കുന്നതും ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പകർത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും വിറക് ശേഖരിക്കുന്ന സ്ത്രീകളെ ഡ്രോണുകൾ വളരെ അടുത്ത് പറത്തി ഭയപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നിരീക്ഷണ ക്യാമറകൾ വിനയായതോടെ വനത്തിൽ കയറാൻ ഭയമാണെന്നാണ് സ്ത്രീകളുടെ പ്രതികരണം. പ്രദേശത്ത് വനത്തിലൂടെ സഞ്ചരിച്ച ദമ്പതികളുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് വൻ വിവാദമായിരുന്നു. അന്വേഷണത്തിന് പിന്നാലെ താൽക്കാലിക വനം വകുപ്പ് ജീവനക്കാരനാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാനായി വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടാക്കിയെന്ന് കണ്ടെത്തലുമുണ്ട്. ക്യാമറകളോടുള്ള ഭയം സ്ത്രീകളെ ഉൾവനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. 2019 ഇത്തരത്തിൽ ഉൾവനത്തിലെത്തിയ ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിട്ടുണ്ടെന്ന് പഠനം പറയുന്നുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകൾ വനം വകുപ്പിന് പരിചയപ്പെടുത്തിയ സംഘടനകൾക്ക് മാത്രമേ വിഷയത്തിൽ നടപടിയെടുക്കാനാവൂ എന്നും പഠനത്തിൽ പറയുന്നുണ്ട്. എന്ത് ദൃശ്യങ്ങൾ പകർത്താം, എന്ത് പകർത്തരുത് എന്ന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്നും അനധികൃതമായി ദൃശ്യങ്ങൾ പടർത്തി പിടികൂടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. Don't worry money, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.